നിന്നും ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, തീരദേശ മേഖലയാണ്, ഒരുപാട് മത്സ്യത്തൊഴിലാളികളുള്ള സ്ഥലം കൂടിയാണ്. അവിടെ എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? അവിടുത്തെ സ്ഥിതി എന്താണ്? സോന, പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താപനിലയുള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിൽ രേഖപ്പെടുത്തുന്ന താപനില. നമുക്കറിയാം, ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ ചൂടാണ് ആ മേഖലയിൽ അനുഭവപ്പെടുന്നത്. അച്ചൻകോവിലടക്കം തമിഴ്നാട്ടിലെ തെങ്കാശി അടക്കം ചെങ്കോട്ട അടക്കമുള്ള മേഖലകളിലേക്ക് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് പുനലൂർ. നമുക്കറിയാം, പുനലൂരിൽ 38 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ 5 ഡിഗ്രി കൂടി അധികം പ്രതീക്ഷിക്കണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് ഒരാൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചൂടാണ് അവിടെ മാത്രം അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പുനലൂരിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രത്യേകത അനുസരിച്ച് ചുറ്റും മലനിരകളാണ്, പശ്ചിമഘട്ട മലനിരകളാണ്. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ നിന്നും വരുന്ന കാറ്റ് ഈ മേഖലയിലേക്ക് അടിക്കില്ല. ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്ക് നിന്ന് വരുന്ന ചൂടുകാറ്റും കേരളത്തിൽ നിന്നുള്ള ചൂടുകാറ്റും അവിടെ തങ്ങി ഇത്തരത്തിൽ കേരളത്തിൻ്റെ അതിർത്തിയിൽ തങ്ങി അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ചൂട് പുനലൂരിൽ അനുഭവപ്പെടുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അധികൃതർ പറയുന്നത്. ഒപ്പം സോന ചോദിച്ചതുപോലെ ഒരു മത്സ്യബന്ധന മേഖല കൂടിയാണ് കൊല്ലം. മത്സ്യബന്ധന മേഖലയിൽ ഏറ്റവും കൂടുതൽ വാടി, മുതാക്കര, ശക്തികുളങ്ങര, അതുപോലെ തന്നെ ജോനകപ്പുറം, വാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പകൽ സമയങ്ങളിൽ ഫൈബർ ബോട്ടുകളിൽ കടലിൽ പോകുന്ന ആളുകളുണ്ട്. അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതായത് മത്സ്യബന്ധനം നടത്താൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം വലിയ ചൂട് കടലിൽ അനുഭവപ്പെടുന്നു. ചൂടുവെള്ളമാണ് കടലിൽ നിന്ന് ആവിയായി വരുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വേനൽക്കാല മഴ പോലും ഈ നഗരത്തിൽ കിട്ടിയിട്ടില്ല. നഗരത്തിൽ അനുഭവപ്പെടുന്ന ചൂട് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഓടുന്ന സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഫുഡ് ആപ്ലിക്കേഷനിൽ ഓടുന്ന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ മുതൽ അവരുടെ പ്രതിഷേധം അവരുടെ കമ്പനികളിൽ അറിയിച്ചിട്ടുണ്ട്. അവരുടെ തൊഴിൽ സമയം ക്രമീകരിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ലോട്ടറി വിൽപ്പന തൊഴിലാളികൾ, അങ്ങനെ പുറത്തിരുന്ന ചെറുകിട വിൽപ്പന സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ ഒക്കെ പറയുന്നത് ഇത്തരത്തിൽ വലിയ ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ഇരുന്ന് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പരിശോധന എല്ലാ സ്ഥലത്തും നടത്തുന്നുണ്ട്. അതായത് ചൂടുകാലങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതിന് കർശന നിയന്ത്രണം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരുടെ കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അവരൊക്കെ ഈ ഉച്ചവെയിലും കൊടും ചൂടിലും നിന്ന് പണിയെടുക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ തന്നെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അവർക്കൊരു നിയന്ത്രണം ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. അത്രത്തോളം ചൂടിൽ പണിയെടുക്കുകയാണ് തൊഴിലാളികൾ. ജില്ലയുടെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. എന്തായാലും എല്ലാത്തിനും തന്നെ ഒരു നിയന്ത്രണം വരും. അത് മോണിറ്റർ ചെയ്യാനായി ജില്ലാ ഭരണകൂടം തന്നെ ഇപ്പോൾ ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൂട് 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. അത് 17-ാം തീയതി ശേഷം കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രിയിലേക്ക് ചൂട് കടക്കും. അതിൻ്റെ താപനില ഉയരാൻ സാധ്യത. ആ താപനില കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് പുനലൂരിലുള്ളവർക്കായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പായി ലഭിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന 3 ദിവസം കൂടി കഴിയുന്നതോടുകൂടി ചൂടിൻ്റെ ഈ അന്തരീക്ഷ താപനില വർദ്ധിക്കും. അതൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ ആളുകളും പാലിക്കപ്പെടണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും നൽകുന്ന നിർദ്ദേശം. സോന, ഷമീർ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്.